ചേട്ടന് ഉറങ്ങാനൊന്നും പറ്റൂല. രാത്രി ഉറങ്ങാനൊക്കെ ബുദ്ധിമുട്ടല്ലേ? എന്ത് ചൂടാണ് ഈ സമയത്ത്. ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട് എല്ലാവർക്കും പവർ കട്ടൊക്കെ. കാരണം ഇപ്പം ഇതിൻ്റെ ഒരു വിശദീകരണ അധികാരികളൊന്നും നമുക്ക് തരുന്നില്ലോ. ഇലക്ഷൻ കഴിഞ്ഞിട്ട് അറിയാം അതിൻ്റെ കറക്റ്റായിട്ടില്ല. ഇപ്പം ഇലക്ഷൻ്റെ ഒരു പീക്ക് സിറ്റുവേഷനിൽ റിസൾട്ട് വരാനുള്ള ഇതിനകത്ത് നിൽക്കണോണ്ടാണ് ആരും ഇതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നില്ല. നേരത്തെ ആണെങ്കിൽ നമുക്കൊരു ഭരണപക്ഷം ഉണ്ടായിരുന്ന ഒരു പ്രതിപക്ഷം ഉണ്ടായിരുന്നു. ഇപ്പം നമുക്ക് ഒന്നുമില്ലാത്ത നടുക്കിൽ നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. പവർ കട്ട് വന്നത് ഇപ്പം നിലവിൽ കറണ്ട് ഉപയോഗം എല്ലായിടത്തും കൂടുതലല്ലേ. വൈകുന്നേരങ്ങളിലായാലും എല്ലാം കറണ്ട് ഉപയോഗം കൂടുതലാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കാണുന്ന 10 വർഷം ഒരു പവർ കട്ടും ഉണ്ടായിട്ടില്ല. ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ നമുക്ക് സഹിക്കാം എന്ന് മാത്രമേ പറയാനുള്ള കാര്യത്തിൽ. പവർ കട്ട് കൊണ്ട് ഒരു ബുദ്ധിമുട്ടും അനുഭവിക്കുന്നില്ല. ചൂട് കുഴപ്പമില്ല, വീട്ടിൽ AC ഉണ്ട്. അപ്പൊ കറണ്ടും AC ഇല്ലല്ലോ. കറണ്ട് കുഴപ്പമില്ല. AC-ക്ക് ഇറങ്ങണമെങ്കിൽ കറണ്ട് വേണമല്ലോ. കറണ്ട് കുറേശ്ശെ ചിലവാക്കട്ടെ ആൾക്കാർ. അത് ശരിക്കും ഹെൽത്തിന് എഫക്റ്റ് ചെയ്യും. ഉറക്കം തന്നെ പോയി കിട്ടും ഇല്ലേ? ആ സമയത്ത് വെച്ചാൽ എല്ലാവരും AC യൂസ് ചെയ്യുന്നതിലായിരിക്കാം KCB അത് ചെയ്യുന്ന വെക്കാറും. ശരി, AC ഇല്ലാണ്ട് നിവർത്തിയില്ല. ഒരൊറ്റ വീട്ടിലും ഒരു AC ഉണ്ടായിരുന്നില്ല. അപ്പം എൻ്റെ വീട്ടിൽ തന്നെ എൻ്റെ ഷോപ്പിലും എൻ്റെ കടയിലൊക്കെ നോക്കുമ്പോൾ ഒന്നിലധികം 4-5 AC ആണ്. ഉപയോഗം കൂടിയപ്പോൾ ഒരു പക്ഷേ ഇത് വന്നതായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. 15 മിനിറ്റ് പവർ കട്ട് ആയാലും വേർത്ത് കുളിച്ച് ആൾക്കാർ ഒന്നും ചെയ്യാൻ നിർത്തിയില്ല. അതിപ്പോൾ നമ്മൾ എന്ത് പറയാനാണ്? സർക്കാരിൻ്റെ ഓരോ നിയമങ്ങൾ നമ്മൾ പാലിച്ചേ പറ്റൂ. പകലൊക്കെ പോകണേ പിന്നെയും വേണ്ടില്ല. ഇത് രാത്രി ചൂടത്ത് ഭയങ്കര പാടാ. പിന്നെ ഭയങ്കര ചൂടായതുകൊണ്ട് ഭയങ്കര കൊതുകും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഹോസ്റ്റലിൽ നിൽക്കണേ. അപ്പൊ അവിടെ കുറെ പേരാകുമ്പോഴത്തേക്കും ഭയങ്കര പോയി കഴിഞ്ഞാൽ എത്ര നേരം കഴിഞ്ഞാൽ വന്നേന്ന് പോലും പറയാൻ പറ്റില്ല. വെള്ളമൊന്നും ഇല്ലാത്തതുകൊണ്ടല്ലേ, പിന്നെ അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാം, അത്രേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഞാനും വർക്ക് ഫ്രം ഹോം ചെയ്യുന്ന ആളാണ്. കറണ്ട് പോക്ക് നമുക്ക് ഇഷ്യൂസ് ഉണ്ട്, കാരണം വർക്കൊക്കെ ഡിലേ ആവുന്നു, പിന്നെ കൊച്ചുണ്ട്. അപ്പോൾ ഈ ചൂടൊക്കെ ആയതുകൊണ്ട് നമുക്കും രാത്രി ഉറങ്ങലും ഒന്നും കറക്റ്റ് ആവാനുള്ള. പോക്കട്ട് വരുമ്പോ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയല്ലേ. ചൂട് കൂടും. പിള്ളേരൊക്കെ കിടന്നുറങ്ങാതെ ഭയങ്കര വിഷമമല്ലേ. എങ്ങനെ വെച്ചപ്പോഴാണ് കുഞ്ഞു കൊച്ചുങ്ങളൊക്കെ കിടക്കണല്ലേ. ഞങ്ങളുടെ കിടക്കല കൊച്ചി എന്ത് വിഷമമാണ്. പ്രസവിച്ച് കൊണ്ടുവന്നിട്ടുള്ളൂ. അതാണ് നല്ല ബുദ്ധിമുട്ടുണ്ട്. ബുദ്ധിമുട്ടാണെന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മനുഷ്യൻ മരിക്കാൻ പോണല്ലേ ഈ ബുദ്ധിമുട്ട് കാരണം. ഇതിങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ മനുഷ്യൻ ജീവിക്കുക? അല്ലെങ്കിൽ തന്നെ ചൂടാണ്. അപ്പം പിന്നെ എന്ത് ചെയ്യും? പവർ കട്ട് വരാനുള്ള സാഹചര്യം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. കാരണം മഴയില്ലല്ലോ. ഇപ്പോഴത്തെ ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. അതിന്റെ കൂടെ ആണെങ്കിലോ ഇടയ്ക്കിടയ്ക്ക് കറണ്ടും പോകുന്നു. സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ആ 6 മണിക്കൂർ നേരത്തെ ഇരുട്ട് സാധാരണക്കാരെ എങ്ങനെ ബാധിക്കുന്നു? നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം. രാത്രി ബുദ്ധിമുട്ടാണല്ലോ. രാത്രി ഉറങ്ങാനായിട്ട് ജോലി കഴിഞ്ഞ് വന്നവർക്കൊക്കെ ഇത്തിരി സമയമോ കിട്ടുള്ളൂ. ആ സമയം കിടന്ന് ഉറങ്ങണ സമയത്ത് പവർ കട്ട് വന്നാൽ എന്ത് ചെയ്യും? അത് ബുദ്ധിമുട്ട് തന്നെ. ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട് എല്ലാവർക്കും പവർ കട്ടൊക്കെ. കാരണം ഇപ്പം ഇതിൻ്റെ ഒരു വിശദീകരണ അധികാരികളൊന്നും നമുക്ക് തരുന്നില്ലോ. ഇലക്ഷൻ കഴിഞ്ഞിട്ട് അറിയാം അതിൻ്റെ കറക്റ്റായിട്ടില്ല. ഇപ്പം ഇലക്ഷൻ്റെ ഒരു പീക്ക് സിറ്റുവേഷനിൽ റിസൾട്ട് വരാനുള്ള ഇതിനകത്ത് നിൽക്കണോണ്ടാണ് ആരും ഇതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നില്ല. നേരത്തെ ആണെങ്കിൽ നമുക്കൊരു ഭരണപക്ഷം ഉണ്ടായിരുന്ന ഒരു പ്രതിപക്ഷം ഉണ്ടായിരുന്നു. ഇപ്പം നമുക്ക് ഒന്നുമില്ലാത്ത നടുക്കിൽ നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ഇനി ആ റിസൾട്ട് വന്നതിന് ശേഷം ആരെങ്കിലും അധികാരം ഏറ്റെടുത്തതിന് ശേഷമാണ് ഇതിന് നമുക്കൊരു ഉത്തരം കിട്ടുള്ളൂ. പവർ കട്ട് വന്നത് ഇപ്പം നിലവിൽ കറണ്ട് ഉപയോഗം എല്ലായിടത്തും കൂടുതലല്ലേ. വൈകുന്നേരങ്ങളിലായാലും എല്ലാം കറണ്ട് ഉപയോഗം കൂടുതലാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കാണുന്ന 10 വർഷം ഒരു പവർ കട്ടും ഉണ്ടായിട്ടില്ല. ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ നമുക്ക് സഹിക്കാം എന്ന് മാത്രമേ പറയാനുള്ള കാര്യത്തിൽ. പവർ കട്ട് കൊണ്ട് ഒരു ബുദ്ധിമുട്ടും അനുഭവിക്കുന്നില്ല. കുഴപ്പമൊന്നുമില്ലല്ലോ. ചൂട് കുഴപ്പമില്ല, വീട്ടിൽ AC ഉണ്ട്. അപ്പൊ കറണ്ടും AC ഇല്ലല്ലോ. കറണ്ട് കുഴപ്പമില്ല. AC-ക്ക് ഇറങ്ങണമെങ്കിൽ കറണ്ട് വേണമല്ലോ. അത് നല്ല കാര്യമല്ലേ. അന്നേരം അത്രയും കറണ്ട് ബില്ല് കുറഞ്ഞു കിട്ടുമല്ലോ. നല്ല കാര്യമല്ലേ. കറണ്ട് കുറേശ്ശെ ചിലവാക്കട്ടെ ആൾക്കാർ, ഇത്രയും ബില്ല് കുറഞ്ഞു കിട്ടുമല്ലോ. പവർ കട്ട് എപ്പോഴും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അതിൽ സംശയമൊന്നുമില്ലല്ലോ. പിന്നെ ചൂട് സഹിക്കാൻ പറ്റും, നിങ്ങൾക്ക് സഹിക്കാൻ പറ്റണ്ട ഇല്ല. അപ്പോൾ നല്ല സമയത്താണ് പവർ കട്ട് ആണെങ്കിൽ അത് ബുദ്ധിമുട്ട് തന്നെ ഉണ്ടാവും. രാത്രിയിൽ പോകുമ്പോൾ ബുദ്ധിമുട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഈ നമ്മൾ ഉറങ്ങുന്ന സമയത്താണ് പോകണമെങ്കിൽ അത് ശരിക്കും ഹെൽത്തിന് എഫക്റ്റ് ചെയ്യും. ഉറക്കം തന്നെ പോയി കിട്ടും ഇല്ലേ? ആ സമയത്ത് വെച്ചാൽ എല്ലാവരും AC യൂസ് ചെയ്യുന്നതിലായിരിക്കാം KCB അത് ചെയ്യുന്ന വെക്കാറും. ശരി, AC ഇല്ലാണ്ട് നിവർത്തിയില്ല. പക്ഷെ ആ ലെവലായിക്കൊണ്ടിരിക്കുന്നത്. അതെ, അതിനുള്ള ആൾട്ടർനേറ്റീവ് അറേഞ്ച്മെൻറ്റ്സ് KCB കാണണം. ഒന്നില്ലെങ്കിൽ എല്ലാവരും സോളാറിലേക്ക് മാറി പകൽ സോളാർ യൂസ് ചെയ്തിട്ട് രാത്രികളിൽ നമ്മളെ വെള്ളം യൂസ് ചെയ്യുക. അപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ 2 ഈക്വൽ യൂസ് ചെയ്യുമ്പോൾ ഈ വെള്ളത്തിൻ്റെ ഷോർട്ടേജ് ചിലപ്പോൾ പരിഹരിക്കപ്പെടാം. ഡിപ്പെൻസ് വിത്ത് മഴനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പവർ കട്ട് വീണ്ടും വരുന്നുണ്ട്. അതിശക്തമായ ലോഡ് കൊണ്ടാവാം ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പവർ കട്ടിന് നിർബന്ധിതരായത് ബന്ധപ്പെട്ടവരെന്ന് ഞാൻ ഊഹിക്കുന്നു. ഞാൻ ഈ നാട്ടുകാരനല്ല. ഒരൊറ്റ വീട്ടിലും ഒരു AC ഉണ്ടായിരുന്നില്ല. അപ്പം എൻ്റെ വീട്ടിൽ തന്നെ എൻ്റെ ഷോപ്പിലും എൻ്റെ കടയിലൊക്കെ നോക്കുമ്പോൾ ഒന്നിലധികം 4-5 AC ആണ്.
അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ രീതിയിൽ ചൂട് ശക്തമായപ്പോൾ ഉപയോഗം കൂടിയപ്പോൾ ഒരു പക്ഷേ ഇത് വന്നതായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. വിശദമായിട്ട് നമുക്ക് അറിഞ്ഞുകൂടാ. ഒരുപാട് ബുദ്ധിമുട്ട് ഇപ്പം തന്നെ ഉണ്ടാകുന്നുണ്ട്. 15 മിനിറ്റ് പവർ കട്ട് ആയാലും ഭയങ്കരമായിട്ട് വേർത്ത് കുളിച്ച് ആൾക്കാർ ഒന്നും ചെയ്യാൻ നിർത്തിയില്ല. ഇതേപോലെ പവർ കട്ട് ഇനിയും ഉണ്ടാവും. അതിപ്പോൾ നമ്മൾ എന്ത് പറയാനാണ്, സർക്കാരിൻ്റെ ഓരോ നിയമങ്ങൾ നമ്മൾ പാലിച്ചേ പറ്റൂ. പകലൊക്കെ പോടെ പിന്നെയും വേണ്ടില്ല, ഇത് രാത്രി ഈ ചൂടത്ത് ഞങ്ങളിപ്പോ ഭയങ്കര പാടാ. പിന്നെ ഭയങ്കര ചൂടായതുകൊണ്ട് ഭയങ്കര കൊതുകും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഹോസ്റ്റലിലാണ് നിൽക്കണേ. അപ്പൊ അവിടെ കുറെ പേരാകുമ്പോഴത്തേക്കും ഭയങ്കര പോയി കഴിഞ്ഞാൽ എത്ര നേരം കഴിഞ്ഞാൽ വന്നേത് പോലും പറയാൻ പറ്റില്ല. വെള്ളമൊന്നും ഇല്ലാത്തതുകൊണ്ടല്ലേ, പിന്നെ അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക, അത്രേ ചെയ്യാൻ പറ്റത്തുള്ളൂ ഇപ്പോൾ. പിന്നെ ഇതിപ്പോൾ മഴയൊക്കെ പെയ്ത് കഴിയുമ്പോൾ അത് മാറുമായിരിക്കും. പിന്നെ ആ ഒരു ചെറിയ ടൈമിംഗ് അല്ലേ ഉള്ളൂ, അരമണിക്കൂർ. അത് എങ്ങനെയെങ്കിലും ഒന്ന് മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഓക്കെ ആയിരിക്കും. അല്ലെങ്കിൽ കാരണം ഇത് ഇപ്പോൾ വേറെ സ്റ്റേറ്റ്സിലൊന്നും കറണ്ട് ഇല്ലാത്തതുകൊണ്ടേ അവിടുന്ന് ബോർ ചെയ്യാൻ പറ്റില്ലാത്ത ഇതൊക്കെ ആയതുകൊണ്ടാണ്. സോ എനിക്ക് തോന്നുന്നത് ഇത് കുഴപ്പമില്ല, കാരണം ഇത് ചെയ്തേ പറ്റൂ എന്നുള്ളൊരു സിറ്റുവേഷനിലാണല്ലോ. അപ്പോൾ പിന്നെ നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. നമ്മളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാനും വർക്ക് ഫ്രം ഹോം ചെയ്യുന്ന ആളാണ്, ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്യണത്. അപ്പോൾ കറണ്ട് പോക്ക് നമുക്ക് ഇഷ്യൂസ് ഉണ്ട്, കാരണം വർക്കൊക്കെ ഡിലേ ആവുന്നു. അപ്പോൾ നമ്മളെ അതിനോട് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ കൊച്ചുമുണ്ട്. അപ്പോൾ ഈ ചൂടൊക്കെ ആയതുകൊണ്ട് നമുക്കും രാത്രി ഉറങ്ങലും ഒന്നും കറക്റ്റ് ആവാനുള്ള എത്രയും പെട്ടെന്ന് തന്നെ പരിഹാരം ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും തോന്നുന്നു. വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയല്ലേ. ചൂട് കൂടും, ഇപ്പം ഭയങ്കര ഇതല്ലേ. പിള്ളേരൊക്കെ കിടന്നുറങ്ങാതെ ഭയങ്കര വിഷമമല്ലേ. എങ്ങനെ ഒച്ചപ്പാടാണ്. കുഞ്ഞു കൊച്ചുങ്ങളൊക്കെ കിടക്കണല്ലേ, ഞങ്ങളുടെ കിടക്കലെ കൊച്ചി എന്ത് വിഷമമാണ്. പ്രസവിച്ച് കൊണ്ടുവന്നിട്ടുള്ളൂ. അതാണ് നല്ല ബുദ്ധിമുട്ടുണ്ട്. ബുദ്ധിമുട്ടാണെന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മനുഷ്യൻ മരിക്കാൻ പോണല്ലേ ഈ ബുദ്ധിമുട്ട് കാരണം. ഇതിങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ മനുഷ്യൻ ജീവിക്കുക, അല്ലെങ്കിൽ തന്നെ ചൂടാണ്. അപ്പം പിന്നെ എന്ത് ചെയ്യും? അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പവർ കട്ട് മാറ്റാനുള്ള എന്തെങ്കിലും ഒരു വഴിയുണ്ടോ എന്ന് നോക്കണം. അല്ലെങ്കിൽ മനുഷ്യൻ മരിച്ചു പോകും, അല്ലെങ്കിൽ തന്നെ ചൂടെടുത്ത് ചാവാറാവണേണ്. പവർ കട്ടും കൂടി വന്നാൽ എല്ലാം ഭംഗിയാവും. അപ്പം അതില്ലാതാക്കാനുള്ള എന്തെങ്കിലും ഒരു പണി ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. പവർ കട്ട് വരാനുള്ള സാഹചര്യം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. കാരണം മഴയില്ലല്ലോ, മഴയില്ല. പിന്നെ പെട്രോളിൻ്റെ കുറവ് മൂലമുള്ള ഈ ഇൻഡക്ഷൻ കുക്കറിൻ്റെ ഉപയോഗം, അതൊക്കെയാണ്. ജനങ്ങളൊന്ന് സഹകരിച്ച് പോകണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പകല് പോയാൽ കുഴപ്പമില്ല, കാരണം നമ്മൾ അങ്ങനെ ഇരിക്കുന്നില്ല. രാത്രിയിലാവുമ്പോൾ ഉറങ്ങാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. രാത്രി പകൽക്കെട്ട് അത്ര ഇതല്ല, കിടന്നുറങ്ങുന്ന ടൈമാണല്ലോ എല്ലാവരും. ആ ടൈമാണല്ലോ കിടന്നുറങ്ങുക. അപ്പോൾ രാത്രി അത്ര ഇതല്ല. പകലാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ലായിരുന്നു. സമയം മാറ്റണം എന്നാണോ? പകലാക്കിയ കുഴപ്പമില്ല. അപ്പോൾ പകലാകുമ്പോൾ എല്ലാവരും വർക്കിംഗ് ടൈമൊക്കെ എല്ലാവരും പകലല്ലേ, അതുകൊണ്ട് രാത്രി വേണ്ടെന്നാണ്. ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ടാണ്. രാത്രി ചൂട് കൂടുതലാണല്ലോ, അതുകൊണ്ട് ബുദ്ധിമുട്ടാണ്. അത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഭയങ്കര ബുദ്ധിമുട്ടാണ്. രാത്രി എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഉറക്കം കിട്ടണില്ല. ഈ പവർ കട്ടും കൂടി ആയപ്പോൾ ചൂട് കൊണ്ട് രക്ഷയില്ല അവസ്ഥയിലാണ്. മൊത്തത്തിൽ ബുദ്ധിമുട്ടാണ്. പവർ കട്ട് മാത്രമല്ലല്ലോ, എല്ലാം കൊണ്ടും ബുദ്ധിമുട്ടാണ്. എന്ത് ബുദ്ധിമുട്ട്, കിടക്കാൻ പറ്റുള്ളൂ, അത്രേ ഉള്ളൂ. അതായത് മെയിനായിട്ട് ഇപ്പോൾ ചൂടല്ലേ, പവർ കട്ട് കിടക്കാൻ പറ്റില്ല, ഉറങ്ങണ ആളെ എണിക്കും. അത്രേ ഉള്ളൂ അതിനോട് ഇത്. ഇനിയിപ്പോൾ ഏത് സർക്കാർ ഭരിച്ചിട്ടൊരു കാര്യമില്ല. എന്തായാലും പിച്ചച്ചട്ടിയാണ് നമ്മുടെ സർക്കാരെല്ലാം. സ്വയം എന്നിട്ട് മാറുകയാണ്. അപ്പൻ എണിക്കുക, നേരെ ബാത്റൂമിൽ പോയി കുളിക്കുക, ഇറങ്ങുക, അതന്നെ മാർഗമുള്ളൂ. ആ ചൂടും മാറും, ഒരു സുഖം കിട്ടും കിടന്നുറങ്ങാൻ. അരമണിക്കൂറല്ലേ എന്നോട് വെച്ച്. അല്ല, പവർ കട്ട് വരുന്ന ബുദ്ധിമുട്ടാണ്. ഇപ്പം ഒരു കേരള സർക്കാർ ഇങ്ങനെ ഒരു കാര്യം കൊണ്ടുവരുന്നത് എന്തെങ്കിലും ഒരു കാര്യം ഇല്ലാണ്ട് കൊണ്ടുവരില്ലല്ലോ. അപ്പം അത് നമ്മളോട് ആ അഭിപ്രായത്തോട് മാനിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യമില്ലാണ്ട് ചുമ്മാ കൊണ്ടുവരില്ല. അപ്പം അതിനോട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ളേ ഉള്ളൂ. അല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പം ഞാനൊരു പാർട്ടിയിൽ വിശ്വസിക്കുന്ന ആളല്ല. ആരധികാരത്തിൽ വന്നാലും നല്ലത് സംഭവിക്കട്ടെ, നല്ലപോലെ നടക്കട്ടെ, അത്രേ ഉള്ളൂ. നമുക്ക് രാത്രി കാലങ്ങളിൽ അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. ഇപ്പം കുട്ടികളുള്ള വീട്ടിലൊക്കെ ആണെങ്കിൽ അതെല്ലാവർക്കും ഒരു വളരെ വലിയ രീതിയിൽ തന്നെ അതൊരു ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നൊരു കാര്യം തന്നെയാണ്. പവർ കട്ട് വന്നാൽ തന്നെ ബുദ്ധിമുട്ടല്ലേ മൊത്തത്തിൽ. ഒന്നാമത് ഇപ്പോൾ ചൂട് കൂടിക്കൂടി വന്ന സമയത്ത് മനുഷ്യന് നിൽക്കാൻ പോലും പറ്റുമോ? അതേ അവസ്ഥയല്ലേ. പവർ കട്ട് എന്ന് പറഞ്ഞ സാധനം വരുമ്പോഴത്തേനും നമുക്ക് ആകെ ഏറ്റവും വലിയ പ്രശ്നം അത് തന്നെയാണ്. എല്ലാം കൊണ്ടും ബുദ്ധിമുട്ടാണല്ലോ. പവർ കട്ട് വന്ന് ബുദ്ധിമുട്ടാണല്ലോ. എന്ത് ചെയ്യാൻ പറ്റും? ആരെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? എല്ലാം ഈ ചൂട് സമയത്ത് എന്ത് ചെയ്യാനും ബുദ്ധിമുട്ടല്ലേ. സമയമാണെങ്കിലും ശരി, പകലാണെങ്കിലും ശരി, അതിന് ബുദ്ധിമുട്ടല്ലേ. പവറല്ല എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യേണ്ട സർക്കാരല്ലേ. നമ്മളോട് വെച്ചിട്ട് എന്ത് ചെയ്യാനാ? എന്ത് പറയണ്ട, എന്താ കാര്യം? പവർ കട്ട് ഇപ്പോൾ വെള്ളമില്ലാത്തതുകൊണ്ടെന്നല്ലേ പറയണേ. രാത്രി കാലങ്ങളിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒന്നാമത് ചൂട് കൂടുതലാണല്ലോ. ചൂട് കൂടുതലാണെങ്കിലും ബുദ്ധിമുട്ടുണ്ട്. ബുദ്ധിമുട്ട് തന്നെയാണ്, ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. രാത്രി ഉറങ്ങാൻ പറ്റണില്ല. കുട്ടികളൊക്കെ ഉള്ളവർക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. പെട്ടെന്നായിരിക്കും, കറക്റ്റ് ടൈമൊന്നും ഇല്ലല്ലോ.
സർക്കാർ എത്രയും പെട്ടെന്നൊരു തീരുമാനം കാണുന്ന അതൊരിക്കലും പ്രതീക്ഷിക്കേണ്ട. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു നല്ല തീരുമാനം ഉണ്ടാവുന്നു. പവർ കട്ട് ഇപ്പോൾ ഇന്നും 10:30 ആകുമ്പോൾ കട്ടാവുന്നുണ്ട്. അത് പണ്ടത്തെ പോലെ കട്ടാവാതിരിക്കുകയാണ് നല്ലതായിരുന്നു. പഴയ LDFിൻ്റെ ഇത് വരികയാണെങ്കിൽ നല്ലതായിരിക്കും. ചൂടാണ്, അതിനിടയിൽ പവർ കട്ടും കൂടി വരുമ്പോൾ വളരെ ബുദ്ധിമുട്ട് തന്നെയാണ്. ചൂടാണ് പ്രശ്നം മെയിനായിട്ട്. രാത്രി ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മള് കിടന്ന് ഉറങ്ങാൻ കഴിയണില്ല. 6 മണി ഒരു 10 മണി വരെ കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ടുള്ള ടൈം ബുദ്ധിമുട്ടാണ്.